ഓഹോ പെണ്ണും പിള്ളേ, നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും പറ്റും. ഞങ്ങളുടെ സംഘമിത്രങ്ങളെ അറബ് രാജ്യങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് കെട്ടിച്ചിട്ട് അയക്കുമല്ലേ? അതൊന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. ഞങ്ങളുടെ മിത്രങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലിരുന്നു കൊണ്ട് വർഗീയം സംസാരിക്കാൻ പറ്റില്ല അല്ലെ? കാണിച്ചു തരാടി, ഞങ്ങൾ ആരാണെന്നതാ അറിയാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. വരൂ മിത്രങ്ങളെ, കമോൺ, എല്ലാവരും വരിക. ആ പെണ്ണും പിള്ളയുടെ ഫേസ്ബുക്ക് പേജ് ഇതാണ്. എല്ലാവരും ലിങ്ക് പിടിക്കുക, ഷെയർ ചെയ്യുക, തെറി വിളിക്കുക. ട്വിറ്റർ അക്കൗണ്ട് ഇതാണ്. നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ട്വിറ്റർ അക്കൗണ്ട് ഇല്ല എന്ന് നമുക്കറിയാം. എന്നാലും അറിയുന്ന ആളുകൾക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക, അവരും കൂടി തെറി വിളിക്കട്ടെ. അങ്ങനെ പോരട്ടെ തെറി. ആ പെണ്ണും പിള്ള തീരുമാനത്തിൽ നിന്നും മാറുവോളം പച്ചത്തെറി വിളിക്കണം. അത് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതില്ലല്ലോ, വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുക. പക്ഷേ ഈ സംഘികൾ വിചാരിച്ചത്, ഈ മണ്ടന്മാര് വിചാരിച്ചത് ഷെയ്ഖ ഹിന്ദ് ബിന്ത് ഫൈസൽ അൽ കാസിമി അഥവാ UAE രാജകുടുംബാംഗമായിട്ടുള്ള ആ സ്ത്രീയെ തെറി വിളിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ പേടിച്ചിട്ട് കണ്ണം വഴിയോടി ഏതെങ്കിലും ഒരു മാളത്തിൽ ഒളിച്ചു നിന്ന് പറയുമായിരിക്കും, സംഘികളെ നിങ്ങൾ ഇനിയും ഞങ്ങൾക്കെതിരെ തെറി വിളിച്ചോ, ഞങ്ങളെ ആക്ഷേപിച്ചോ, ഞങ്ങൾ നിങ്ങൾ ഒന്നും ചെയ്യില്ല എന്ന് വിചാരിക്കുമെന്നാണ്, അല്ലെങ്കിൽ പറയുമെന്നാണ് ഈ പാവം കേരളത്തിലെ മലയാളികളായിട്ടുള്ള മണ്ടന്മാരായ സംഘികൾ വിചാരിച്ചത്. പക്ഷേ ഇവരുടെ ഈ ചെയ്തി 8ന്റെ പണിയായി തിരിച്ചടിച്ചിരിക്കുകയാണ്. അതായത് സംഘികൾക്ക് പണി കിട്ടുന്നതോടൊപ്പം തന്നെ നല്ലവരായ, നല്ല നിലയിൽ ജോലി ചെയ്യുന്ന, പലപ്പോഴും ഈ സംഘികളുടെ പോസ്റ്റുകൾ തെറ്റിദ്ധാരണ മൂലം ഷെയർ ചെയ്തു പോയിട്ടുള്ള നല്ലവരായ മതേതരത്വ വിശ്വാസികളായ ഹൈന്ദവർക്കും അവിടെ പണി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ലഭിക്കുന്നുള്ളത്. അതായത് സംഘികളുടെ ഈ ചെയ്തി കാരണം നല്ലവരായ ഹിന്ദു സഹോദരന്മാർക്കും അവിടെ വലിയ ചീത്തപ്പേര് ഉണ്ടായിരിക്കുകയാണ്. ആ ചീത്തപ്പേര് കാരണം വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം സോഷ്യൽ മീഡിയക്കകത്ത് നല്ലവരായ മതേതരത്വ വിശ്വാസികളായ ഹൈന്ദവർ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുകയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: സംഘികളെ, നിങ്ങൾ കാരണം ഞങ്ങൾ ബലിയാടാവുകയാണ്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇനി ഇവിടെ ജോലി ചെയ്യരുത്. അറബ് ലോകം വിട്ട് നിങ്ങൾ പോവുക. അഥവാ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ വർഗീയ മുഖം മാറ്റിവെക്കുക. കാരണം ഞങ്ങൾക്ക് കുടുംബങ്ങളുണ്ട്. ഞങ്ങളിവിടെ ജോലി ചെയ്യാൻ വരുന്നത് അറബികളെ ചീത്ത വിളിക്കാനല്ല. ഞങ്ങളുടെ നാട്ടുകാർക്ക് അതുപോലെ തന്നെ കുടുംബക്കാർക്ക് കൃത്യമായ രീതിയിൽ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനാണ്, ഞങ്ങളുടെ കുടുംബം പോറ്റാനാണ് ഞങ്ങൾ ഇവിടെ വരുന്നുള്ളത്. പക്ഷെ നിങ്ങളിവിടെ വരുന്നുള്ളത് എല്ലാം വാങ്ങിക്കൂട്ടി നാട്ടിലുള്ള കുടുംബത്തെ സുരക്ഷിതമായ ഒരു താവളത്തിലാക്കിയതിന് ശേഷം അറബികളെയും മുസ്ലിങ്ങളെയും തെറി പറയാനാണ്. അതിനോട് ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. അതിനാൽ ഒന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വിട്ടുപോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്തുള്ള വർഗീയത വിട്ടുകളയുക എന്നുള്ള ഏറ്റവും വലിയ തീരുമാനവുമായി നല്ലവരായ ഹൈന്ദവ സഹോദരന്മാർ മുന്നോട്ട് വരുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് കേരളത്തിലെ BJP നേതൃത്വങ്ങൾ തന്നെയാണ്. പലരും എടുത്തു പറയുന്നുണ്ട്, കേരളത്തിലെ BJP നേതൃത്വങ്ങൾ എന്തുകൊണ്ടാണ് മലയാളികളായിട്ടുള്ള മുസ്ലിം വിരോധം പുലർത്തുന്ന ദുബായിൽ ജോലി ചെയ്യുന്ന ഇത്തരക്കാരോട് എന്തുകൊണ്ടാണ് ഇവർ വർഗീയത പറയരുത് എന്ന് പറയാൻ തയ്യാറാവാത്തതെന്ന് എല്ലാവരും ഉറച്ച സ്വരത്തിൽ ചോദിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ്: സംഘികൾക്കെതിരെ ഹൈന്ദവർ ഒറ്റക്കെട്ടായി തിരിഞ്ഞിരിക്കുന്നു എന്ന്. ദുബായിലെ ഈ ചെയ്തി കാരണം ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സംഘികളെ, നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Time.